കേരളം ഇന്ന് തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. വോട്ട് ചോദിക്കാൻ മുന്നണികൾ നിരത്തുന്ന പ്രധാന ആയുധം വികസനം എന്നതാണ്. വിഴിഞ്ഞത്ത് കപ്പലടിപ്പിച്ചതും ഹൈവേകൾ 6 വരി പാതയാക്കിയതും സ്കൂളുകൾ ഹൈടെക് ആയതും ഉയർത്തിക്കാട്ടി ഇടതുപക്ഷം വോട്ട് തേടുമ്പോൾ ഇതിൻ്റെ എല്ലാം പിതൃത്വം ഉമ്മൻചാണ്ടി സർക്കാരിനാണ് എന്ന് കോൺഗ്രസ് വാദിക്കുന്നു. വികസനം എന്നത് ഒരു തുടർച്ചയാണോ, അതോ ഓരോ സർക്കാരിൻ്റെയും മാത്രം നേട്ടമാണോ? ഇടതുപക്ഷം പറയുന്നത് പോലെ 2016 മുതൽ കേരളത്തിൽ വലിയ വികസനം നടന്നിട്ടുണ്ടോ, അതോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ പദ്ധതികളുടെ തുടർച്ച മാത്രമാണോ? യഥാർത്ഥ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വികസനത്തിൻ്റെ വോട്ട് വഴിയിലെ യാഥാർത്ഥ്യം എന്താണ്, അതോ ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണോ? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഇടതുപക്ഷത്തു നിന്ന് ജോൺസൺ MP, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA ആബിദ്, യുവമോർച്ച ജനറൽ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ്, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് എന്നിവർ. ആദ്യം ശ്രീ ആബിദ്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പദ്ധതികളാണ് ഇടതുപക്ഷം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. എന്നാൽ ഇടതുപക്ഷം തന്നെ നടപ്പിലാക്കുന്ന ഒട്ടേറെ പദ്ധതികൾ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണോ? കേൾക്കാം, പറഞ്ഞോളൂ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ വിലയിരുത്തുമ്പോൾ ഈ ഗവൺമെന്റ് നിലയ്ക്ക് അവരെ ആവിഷ്കരിച്ച് വിഭാവനം ചെയ്ത് അവർ പദ്ധതി നടപ്പിലാക്കി പൂർത്തീകരിച്ച ഏതെങ്കിലും ഒരു പദ്ധതി ചൂണ്ടിക്കാണിച്ച് തരാനുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വെച്ചാൽ സത്യത്തിൽ ആ ചോദ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിരിക്കും ഇടതുപക്ഷവും അതുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കുക. കാരണം അങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്നുള്ളതാണ്. ഇവിടെ വലിയ വായിൽ പ്രചരണം നടത്തിക്കൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യം വരുമ്പോഴും അതേപോലെ കൊച്ചി മെട്രോയുടെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോഴും ഈ പദ്ധതികളുടെ അതിൻ്റെ എല്ലാം തുടക്കം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലായിരുന്നു. ആ പദ്ധതികളുടെ എല്ലാം പൂർത്തീകരണം മാത്രമാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. ഈ ഗവൺമെന്റിനെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് വിഭാവനം ചെയ്ത് പദ്ധതി പൂർത്തീകരിച്ച ഒരു പദ്ധതിയും കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു കാണിക്കേണ്ട വസ്തുതയാണ്. കൂടാതെ സത്യത്തിൽ ഒരു അടിസ്ഥാന വികസനങ്ങൾ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ അടിസ്ഥാനപരമായ വികസനങ്ങളെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വികസനങ്ങളായിരിക്കും. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏതെങ്കിലും പദ്ധതികൾ കാണുവാനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്തു കാണിക്കത്തക്ക പദ്ധതികളൊന്നും പറയത്തക്കതായിട്ടില്ല. സത്യത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പരിശോധിക്കുമ്പോൾ നമ്മൾ 2025-26 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 4.5 ലക്ഷം കോടി രൂപയോളം നമ്മുടെ സംസ്ഥാന സർക്കാർ കടബാധ്യതയിൽപ്പെട്ട് നിൽക്കുകയാണ്. അത്രത്തോളം വലിയ കടബാധ്യതയിലേക്കാണ് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തെ, നമ്മുടെ കേരളത്തിലുള്ള ആളുകളെ ഈ ഗവൺമെന്റ് തള്ളിവിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കടബാധ്യതകൾ വർഷാവർഷം ഓരോ വർഷം കൂടുതൽ പെരുകി വരുന്നതല്ലാതെ ആ കടബാധ്യതകൾ കുറഞ്ഞു വരുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. അതുമാത്രമല്ല, ഈ കടബാധ്യതകളെല്ലാം വരുത്തുന്നത് ഈ അടിസ്ഥാനപരമായ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വികസനം നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും ഈ കടബാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവുന്നുമില്ല. സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു വികസനമല്ലല്ലോ വേണ്ടത്. വികസനം നടന്നു വരുമ്പോൾ വികസനത്തോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ വരുമാനവും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണല്ലോ യഥാർത്ഥത്തിൽ അതൊരു ബാലൻസിങ് ആവത്തുള്ളൂ. ശരി, ശ്രീ KA ആബിദ് അലി, താങ്കൾ പറയുന്നത് പോലെ പദ്ധതികൾ തുടങ്ങി വെച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഗെയിൽ പൈപ്പ് ലൈൻ പോലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ എടമൺ കൊച്ചി പവർ ഹൈവേ തുടങ്ങിയവ നടപ്പിലാക്കാൻ നിങ്ങളുടെ സർക്കാരിന് കഴിയാതിരുന്നത് ഭരണപരമായൊരു പരാജയമല്ലേ? സത്യത്തിൽ
ഈ ഗവൺമെന്റ് 10 വർഷക്കാലം 2 ടൈം അടുപ്പിച്ച് ഭരിച്ചൊരു ഗവൺമെന്റാണ്. 2016 തൊട്ട് 2026 വരെ തുടർഭരണം ഉണ്ടായിരുന്ന ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഗെയിൽ പദ്ധതി എവിടെ എത്തി നിൽക്കുന്നു എന്നൊരു ചോദ്യം അപ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. ശരിയാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, ശ്രീ ആബിദ് പറഞ്ഞതുപോലെ പല പദ്ധതികളും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച് ഈ സർക്കാരിൻ്റെ കാലത്ത് പൂർത്തീകരിക്കുകയായിരുന്നു. ചാണ്ടി ഉമ്മൻ നിയമസഭയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് അവസാനിച്ച പദ്ധതികൾ ചൂണ്ടിക്കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ കാര്യമായ പദ്ധതികളില്ല എന്നുള്ളതാണ് മറുപടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ കൊട്ടിഘോഷിക്കുന്ന പദ്ധതികൾ കേരളത്തിൽ നടപ്പായത് തന്നെയാണോ? ഇത് സാധാരണക്കാരന് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികളാണോ നടപ്പാക്കിയിട്ടുള്ളവ? അതായത് പദ്ധതികൾ സാധാരണക്കാർക്ക് ഏത് പദ്ധതിയാണെങ്കിലും ഒരു പരിധി വരെ സാധാരണക്കാർക്കും പ്രയോജനം കിട്ടും. പക്ഷേ പദ്ധതി ആര് തുടങ്ങി, എപ്പോൾ തുടങ്ങി, അത് എങ്ങനെ മുൻപോട്ട് പോയി? ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യം തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ തറക്കല്ലിട്ടത്, അതായത് അത് തുടക്കം കുറിച്ചത് 2015 2015 അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ അതങ്ങനെ തുടക്കം കുറിച്ചു എന്ന് മാത്രമല്ല, 2019 ആദ്യ സ്റ്റേജ് പൂർത്തിയാകും എന്ന രീതിയിലാണ് തീരുമാനിച്ചിരുന്നതും മുൻപോട്ട് പോയിരുന്നതും. പക്ഷേ നമ്മൾ ഓർക്കണം, 2025 മാത്രമാണ് ആ ആദ്യ സ്റ്റേജ് ഫിനിഷ് ചെയ്യാൻ LDF ഗവൺമെന്റിന് കഴിഞ്ഞത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കഴിയുന്നത്? അത്രയധികം താമസിച്ച് 2019 തീരേണ്ടിയിരുന്നതാണ് 2025 തീരുന്നത് എന്ന് ഓർക്കണം. അപ്പം എത്ര പതുക്കെയാണ്, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന, നമുക്കറിയാം, അതായത് കെ കരുണാകരനാണ് ഈ പദ്ധതിയുടെ ആരംഭം കുറിക്കുന്നത്, ഇതിന്റെ ആരംഭ ചർച്ചകൾ തുടങ്ങുന്നത്. അതിനുശേഷം പല സ്റ്റേജില് LDF അതിനെ വളരെ ശക്തമായിട്ട് എതിർത്ത്, ഇത് ഒരു കാരണവശാലും വന്നുകൂടാ എന്ന് പറഞ്ഞ് എതിർത്ത പരിപാടിയായിരുന്നു. അങ്ങനെ എതിർത്ത് മാത്രമല്ല, ഇപ്പോഴും ഓർക്കുന്നു, ഇപ്പോഴത്തെ എന്താണ് പറയുക, ഹെൽത്ത് മിനിസ്റ്റർ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് ഇതിനെതിരെ ജാഥ നയിക്കുന്നതും ഓഫീസിലുണ്ട്. അങ്ങനെ എതിർത്ത ഒരു പദ്ധതിയാണ്. അതിനെ ആ എതിർപ്പിനെ വകവെക്കാതെയാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അത് 2015 അതിന് ഉള്ള തുടക്കം കുറിക്കുന്നത്. അങ്ങനെ തുടക്കം കുറിച്ച പദ്ധതിയുമായി മുൻപോട്ട് പോകുമ്പോഴാണ് ഭരണമാറ്റം വരുന്നത്. ഭരണമാറ്റം വന്നപ്പോൾ 2019 തീരേണ്ടിയിരുന്ന ഒന്നാം സ്റ്റേജാണ് 2025 തീരുന്നത്. മാത്രവുമല്ല, ആ പദ്ധതി എന്ത് പൂർത്തിയായി എന്നാ പറയുന്നത്? ഇപ്പോഴും അതിന് അപ്രോച്ച് റോഡ് വന്നിട്ടില്ല. അപ്രോച്ച് റോഡ്, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു റെയിൽ പദ്ധതി, ഇതെല്ലാം വരേണ്ടിയിരുന്നതാണ്. അതൊന്നും വന്നിട്ടില്ല. ആ അപ്രോച്ച് റോഡിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തവരുടെ എല്ലാ തരത്തിലുള്ള ഭൂരേഖകളും ഇപ്പോഴും ഗവൺമെന്റിന്റെ കയ്യിലാണ്. അവർക്ക് അതിന്റെ കിട്ടേണ്ടത് കിട്ടിയില്ല. അത് മാത്രവുമല്ല, കിട്ടേണ്ടത് കിട്ടിയില്ല എന്നത് മാത്രവുമല്ല, അവർക്ക് കുട്ടികളെ കെട്ടിക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിൽ കടക്കണിയിൽ വേറെ പോയി ഭൂമി വാങ്ങിച്ച് താമസിക്കാൻ നിവൃത്തിയില്ല. ഈ പൈസ കിട്ടാത്തത് കൊണ്ട് ഇതിനകത്ത് സുഖമായിട്ട് താമസിക്കാൻ പറ്റില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളിലാണ് അവര് കിടന്ന് ഉഴലുന്നത്. അങ്ങനെ ഇരിക്കെ ആണ് ഇവര് ഇതുപോലെ 2025 ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അത് അവരുടെ വലിയ ഒരു നേട്ടമാണ് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നത്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഗെയിൽ പദ്ധതിയെ പറ്റി, അയ്യോ ഞങ്ങൾ വന്നത് കൊണ്ടാണ് ഗെയിൽ പദ്ധതി വന്നത് എന്ന് പറയുന്നു. ഇവര് UDF ഗവൺമെന്റിന്റെ കാലത്ത് ഗെയിൽ പദ്ധതിക്കെതിരെ എന്താണ് പറയുക, വടക്കൻ ജില്ലകളിൽ നടത്തിയ സമരങ്ങള്, ഒരു കാരണവശാലും ഇത് വരാൻ അനുവദിക്കില്ല, ഇത് വന്നാൽ നാട് മുടിയും എന്നൊക്കെ പറഞ്ഞ് നടത്തിയ സമരങ്ങൾ ഓർക്കണം. അതിനുശേഷം അതൊന്നും വകവെക്കാതെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആ പദ്ധതി, ഗെയിൽ പദ്ധതിയുമായി മുൻപോട്ട് പോയി. അവസാനമാണ് ആ പദ്ധതി പൂർത്തിയാകുന്നത്. അത് ഇവരുടെ കാലത്താണ് പൂർത്തിയാകുന്നത്. അപ്പൊ ഇവരുടെ കാലത്ത് പൂർത്തിയാക്കലാണ് ഇവരുടെ ജോലി. അതായത് എങ്ങനെയും തല്ലിക്കെടുത്താനായിട്ട് പിന്നോട്ടടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളൊക്കെ മാറ്റിവെച്ച് ഒക്കെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്ന UDF ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ, അതായത് അവരുടെ പദ്ധതികളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തിച്ച് തീർത്തിട്ട് അതിന്റെ ഗമയെടുക്കുക, അതിന്റെ സൽപ്പേരെടുക്കുക, ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് നാഷണൽ ഹൈവേയുടെ കാര്യം അറിയാം. എവിടെയൊക്കെയാണ് പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ച് നാശമായത് എന്ന് നമുക്കറിയാം. എത്ര
ശ്രമം കഴിഞ്ഞിട്ടാണ്. അപ്പം അതിനും അതെ, ഭൂമി എടുക്കുന്ന കാര്യം മുതലേ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ഒന്നും ഇനി അതൊക്കെ പോകട്ടെ. മിസ്റ്റർ ജെയിംസ്, ഒരു കാര്യം ഓർക്കുക, 2016-17 ബജറ്റിലെ ഡോക്ടർ ഐസക് കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ കാര്യം, ഒന്നല്ല 2 പദ്ധതിയുടെ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. അതായത് ഒന്നാമത്തെ പദ്ധതി സിയാൽ മോഡലിൽ ഒരു റബ്ബർ കമ്പനി കൊണ്ടുവരും. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, ആ 2016 കാലഘട്ടത്തിലൊക്കെ ഇവിടെ റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. അപ്പൊ റബ്ബർ കർഷകർ പ്രതിസന്ധിയിലായതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സിയാൽ മോഡൽ ഒരു കമ്പനി കൊണ്ടുവരും. ഇവിടുന്ന് തന്നെ റബ്ബറിന്റെ വാല്യൂ അഡീഷൻ നടത്തി ആഗോള വിപണി പിടിച്ചെടുക്കത്തക്ക രീതിയിൽ അതിനെ വളർത്തുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ അത് തുടങ്ങിയില്ല. ഇതുവരെ തുടങ്ങിയില്ല എന്ന് മാത്രവുമല്ല, അതിന് ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഒരു വൈക്കത്തുള്ള നേരത്തെ പേപ്പർ മില്ല്, ആ പേപ്പർ മില്ല് കേന്ദ്ര ഗവൺമെന്റിന്റേതായിരുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് അടച്ചുപൂട്ടാൻ നേരത്ത് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തു. 700 ഏക്കർ ഭൂമിയാണ് അവിടെ കിടക്കുന്നത്. ആ ഭൂമിയില് ഇപ്പോ ഒരു ചെറിയ ബിൽഡിംഗ്, അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ് എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് അതിനകത്ത് റബ്ബർ കമ്പനിക്ക് വേണ്ടിയിട്ട് താല്പര്യപത്രം ക്ഷണിച്ചു. കഴിഞ്ഞ മാസമാണ്, ഒരു 2 മാസം മുൻപാണ് താല്പര്യപത്രം ക്ഷണിച്ചത്. ഓർക്കണം, 2016-17 കൊണ്ടുവന്ന പ്രോജക്റ്റിന് ഒരു ബിൽഡിംഗ് പണിത്, എനിക്ക് തോന്നുന്നു എന്നെ പോലുള്ളവർ ഇത് ചർച്ചകളിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട് നാണം കെട്ടിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയെങ്കിലും ചെയ്തത് ഒന്നും നടന്നിട്ടില്ല. ഇനി അതുപോലെ തന്നെ ജെയിംസ്, വളരെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിയായിരുന്നേണ്ട ഒരെണ്ണമുണ്ട്. ഏതാണെന്നറിയാമോ? കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. അതും 2016-17 ബജറ്റിൽ തുടങ്ങിയതാണ്. എവിടെയെങ്കിലും എത്തിയോ? അതായത് കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ അതിന് എല്ലാ സപ്പോർട്ടും കൊടുത്ത് പാലക്കാടിനെ ഒരു മെട്രോ നഗരമാക്കി മാറ്റാനുള്ള പദ്ധതികളും എല്ലാം കൊണ്ടുവന്നു. അതിനുള്ള കുറെ നടപടികൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പച്ച തൊട്ടിട്ടില്ല. ഇനിയും ഉണ്ട് ഇഷ്ടം പോലെ പദ്ധതികൾ പറയാനായിട്ട്. പോകട്ടെ, അതായത് നമുക്കറിയാമല്ലോ, മനുഷ്യ വന്യമൃഗ ആക്രമണം വളരെ കൂടുതലുണ്ട് കേരളത്തില്. അപ്പൊ മലയോര കർഷകരെ ഓർത്തു നോക്കുക. 2016-17 ബജറ്റിൽ തന്നെ ഡോക്ടർ ഐസക് പറഞ്ഞു 1 ലക്ഷം മുളം തൈകൾ വച്ചുപിടിപ്പിക്കും. 1 ലക്ഷം മുളം തൈകൾ വച്ചുപിടിപ്പിച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ മലയോരങ്ങളിൽ ആന കടന്നു വന്ന് മനുഷ്യരെ കൊന്നൊടുക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യില്ലായിരുന്നു. കാരണം ആനകളുടെ ഇഷ്ടഭോജ്യമാണ് മുള. മുളയെങ്കിലും എവിടെയെങ്കിലും നട്ട. ഇതുപോലെ പറഞ്ഞതല്ല ഒന്നും നടപ്പാക്കാതെ മുന്നണി, അതായത് UDF കൊണ്ടുവന്ന പദ്ധതികളുമായി മുന്നോട്ട് പോയിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കൽ മാത്രമാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. ഈ ഗവൺമെന്റ് ഇനി 5 വർഷം കൂടെ ഭരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നറിയാമോ? കേരളം വെസ്റ്റ് ബംഗാളായിട്ട് മാറും. കേരളം വെസ്റ്റ് ബംഗാളായിട്ട് മാറിയാല് എന്താ സംഭവിക്കുക? വെസ്റ്റ് ബംഗാളികളുടെ അടുപ്പിൽ തീ പുകയുന്നത് കേരളത്തിൽ വന്ന് പണി ചെയ്തിട്ടാണ്. കേരളത്തിലുള്ളവർ എവിടെ പോകും കേരളത്തിലെ തീ പുകയാൻ വേണ്ടി? അത്തരം ഒരു ദുരവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിടുകയാണ് ഈ LDF ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ മേരി ജോർജ്, മറ്റൊരു കാര്യം, തോമസ് ഐസക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. തോമസ് ഐസക് വിഭാവനം ചെയ്ത പദ്ധതികൾ കൂടുതലും കിഫ്ബി വഴിയാണ് നടപ്പാക്കിയിരുന്നത്. ഈ കിഫ്ബി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തെ വലിയൊരു കടക്കണിയിലേക്ക് തള്ളിവിടും എന്നൊരു ആരോപണത്തിൽ എത്രത്തോളം കഴമ്പുണ്ട്? വലിയ സത്യമാണത്. അത് ജെയിംസ് ചോദിച്ചത് നന്നായി. അതായത് കിഫ്ബി ഒരു പാരലൽ ഗവൺമെന്റ് ആയി മാറിയിരിക്കുകയാണ്. അതായത് സംസ്ഥാനത്ത് 36ഓളം വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട് സെക്രട്ടേറിയറ്റില്. ആ വകുപ്പുകളൊക്കെ ചെയ്യേണ്ട, അതായത് നമ്മൾ പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞ ഓരോ ബജറ്റ് കഴിയുമ്പോഴും പ്ലാൻ ഫണ്ട്, നോൺ പ്ലാൻ ഫണ്ടാണ് ശമ്പളം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, റവന്യൂ ചെലവിന് വേണ്ടി എടുക്കേണ്ടത്. പ്ലാൻ ഫണ്ട് അഥവാ പദ്ധതി ഫണ്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓരോ പദ്ധതിക്ക്, ഓരോ വകുപ്പിനും കൊടുക്കുന്ന ഫണ്ട് അവിടുത്തെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. ആ ഫണ്ട് ഈ പ്രാവശ്യത്തെ കണക്കുകളൊക്കെ ഈ അടുത്ത ദിവസം പുറത്തു വന്നിരുന്നു. 49.9% പദ്ധതി ഫണ്ട് മാത്രമേ ഓരോ വകുപ്പിനും കിട്ടിയിട്ടുള്ളൂ. അത് തന്നെ അവർ ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. അതായത് ഈ പറയപ്പെട്ടതുപോലെ എഴുതി പൂട്ടിയ കണക്കാണോ വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ പദ്ധതി ഫണ്ട് എന്ന് പറഞ്ഞ് ഇതിന് കൊടുക്കുന്ന ആ ഫണ്ട് പോലും കിഫ്ബി, അതായത് 3-4 ഏജൻസ് ആയിട്ട് തിരിച്ചിട്ട് ഭവന പദ്ധതി ഒരു ഇതിന്റെ കയ്യില്, ഹെൽത്ത് വേറൊരു മിഷന്റെ കയ്യില്, 4 മിഷൻ മോഡിലേക്ക് മാറ്റി
ഈ 4 മിഷൻ മോഡിനുമുള്ള എല്ലാ ചെലവുകളും നടത്തുന്നത് കിഫ്ബി വഴിയായിട്ട് മാറുക. ഇതാ ഞാൻ ഇപ്പൊ തന്നെ ജെയിംസ് എനിക്ക് 2 മിനിറ്റ് തരണം. നിതി ആയോഗ് നടത്തിയ ഒരു സാധ്യതാ പഠന റിപ്പോർട്ടാണ് ഞാനിപ്പോ നോക്കി പറയാൻ പോകുന്നത് കേട്ടോ. 18 സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭദ്രത സൂചിക, അതാണ് 18 സംസ്ഥാനങ്ങളുടേത്. ഈ അടുത്ത 2025-26 നടത്തി ഈ കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ ഡിസംബറിൽ പുറത്തുവിട്ട കണക്കാണ് ഞാൻ വായിക്കുന്നത്. ഡോക്ടർ മേരി ജോർജ്, ഞാൻ ഒരു മിനിറ്റ് ഞാൻ വേഗത്തിൽ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ NB ജോൺസൺ, ഇവിടെ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ച പദ്ധതികൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നുവെന്നും അതിൻ്റെ ക്രെഡിറ്റ് ഇടതുപക്ഷം എടുക്കുന്നു എന്നുള്ളതാണ്. എന്താണ് പ്രതികരണം? ഇല്ല, ഞാൻ ഈ ചർച്ചയിൽ വളരെ യാദൃശ്യമായിട്ട് അല്പസമയം മുമ്പ് എനിക്ക് അറിയിപ്പ് കിട്ടിയിരിക്കും. ഞാൻ വയനാട് ടൗൺഷിപ്പിലാണ് ഇപ്പം ഞാനുള്ളത്. അവിടെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ ഒരു തരത്തിൽ ജോയിൻ ചെയ്യാവുന്ന സ്ഥിതി ആയിരുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിൽ ഒരു സാമ്പത്തിക വിദഗ്ധ വന്നിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു അടിസ്ഥാനരഹിതമായിട്ട് പറയുന്നത് വളരെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നോക്ക്, കേരളത്തിന്റെ ആളോഹരി വരുമാനം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 11ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് കുതിച്ചു. കേരളം ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി ഈ 10 വർഷത്തിനിടയിൽ. അത് കോവിഡും അതുപോലെ തന്നെ പ്രളയവും പോലുള്ള വലിയ തിരിച്ചടികൾ നമ്മൾ നേരിട്ടിട്ട് പോലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വളർച്ചയുണ്ടായി. ഈ കാര്യം എന്താണ് ഈ സാമ്പത്തിക വിദഗ്ധർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം എന്താണ്? എത്രയോ പുതിയ പദ്ധതികൾ സർക്കാർ കൊണ്ടുവന്നു. എത്രയോ പുതിയ വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള എത്രയോ പദ്ധതികൾ. നിങ്ങൾ ഞാൻ ഈ വന്ന് കണ്ട വയനാട് ടൗൺഷിപ്പിന്റെ കാര്യം നോക്കുക. എത്ര വേഗതയിലാണ് 400ഓളം വീടുകൾ അവിടെ പണി തീർന്നുകൊണ്ടിരിക്കുന്നത്. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ തീർക്കുകയാണ്. 15 വർഷം മുൻപ് ഈ വിഴിഞ്ഞ തുറമുഖത്തിന്റെ 2ാം സ്റ്റേജ് 2028 അതിന്റെ 2ാം സ്റ്റേജ് പൂർത്തിയാക്കുന്ന രീതിയിലുള്ള അതിദ്രുതഗതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടാണ്. 1,10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിമുടിയുള്ള ഒരു തരത്തിൽ അഴിമതിയില്ലാത്ത വളരെ ഭദ്രമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ KM എബ്രഹാമിന്റെ നേതൃത്വത്തിൽ കിഫ്ബി കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും കൂടി വന്നവഴിക്ക് കണ്ടു, പിന്നെ പട്ടാമ്പി മണ്ഡലത്തിലെ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ്. അത്തരത്തിൽ എത്രയോ റെയിൽവേ ഓവർബ്രിഡ്ജുകളാണ് കിഫ്ബി ഫണ്ട് ചെയ്ത് കേരളത്തിൽ വന്നത്. എത്രമാത്രം ആളുകളുടെ യാത്രാ ക്ലേശം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ദേശീയപാതയുടെ അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഞാനൊക്കെ പണ്ട് കോഴിക്കോട്ടേക്ക് കണ്ണൂരൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്രയോ മണിക്കൂറാണ് നട്ടപ്പുരി വെയിലത്ത് ഒരു AC ഇല്ലാത്ത കാറിലാണെങ്കിൽ ഇരുന്ന് പുഴുകും മനുഷ്യൻ. അവിടേക്ക് ആളുകളുടെ സുഗമമായിട്ട് യാത്ര ചെയ്യുന്നു. അത്തരത്തിലുള്ള എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വാട്ടർ, ദേശീയ ജലപാത, അത്തരത്തിലുള്ള എത്രമാത്രം പ്രവർത്തനങ്ങളാണ് ഈ സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്നത്. എന്നിട്ട് അതൊക്കെ തന്നെ സമാന്തര ഗവൺമെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുക. ഇത്തരത്തിൽ നട്ടാൽ കുരുക്കാത്ത കള്ളം പ്രചരിപ്പിക്കുക സാമ്പത്തിക വിദഗ്ധ എന്നുള്ള പേരില്. ഇതൊന്നും ഇത് കേരളത്തിന്റെ ഉത്തമമായ താല്പര്യങ്ങളെ പ്രദാനം ചെയ്തുള്ള സംസാരമല്ല. കേരളം എത്രയോ മാറി. നിങ്ങൾ യാത്ര ചെയ്യൂ, കേരളം മുഴുവൻ യാത്ര ചെയ്യൂ. ഏതെങ്കിലും ഒരു റോഡ്, മോശമായ റോഡുണ്ടോ എന്ന് കേരളം. ശ്രീ ജോൺസൺ, നമ്മൾ പറയുന്ന വിഷയങ്ങൾ വിഴിഞ്ഞം തുറമുഖം, അതല്ലെങ്കിൽ കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട് തുടങ്ങിയ വലിയ പദ്ധതികളെല്ലാം ആരംഭിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് എന്നതാണ് വാദം. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 1957 വന്ന EMSന്റെ ഗവൺമെന്റ് കാലത്താണ് ഈ വിഴിഞ്ഞ തുറമുഖം ആദ്യമായിട്ടൊരു സർക്കാരിന്റെ ഒരു പദ്ധതിയിൽ വിഭാവനം ചെയ്യപ്പെടുന്നത്. അങ്ങനെ അതിനുവേണ്ടി ഫണ്ട് അനുവദിക്കും, സർവേക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുന്നത്. എന്നിട്ട് അതിനുവേണ്ടി എത്രയോ സമരങ്ങൾ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് കൊണ്ടപ്പള്ളി ഗ്രൂപ്പ് അത് ഏറ്റെടുക്കാൻ വേണ്ടി വന്നപ്പോൾ അതിന് പിന്നെ AK ആന്റണി നേതൃത്വത്തിൽ പാര വെക്കേണ്ടായില്ലേ. എന്നിട്ട് പിന്നെ ഈ അദാനിക്ക് പ്രയോജനം കിട്ടാവുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ അത് കൈമാറിയിട്ടാണ് ഉമ്മൻചാണ്ടി ഒരു തീരുമാനം എടുത്തത്. അപ്പോഴും ഇടതുപക്ഷം വന്നു കഴിഞ്ഞപ്പോൾ ആ പദ്ധതി വേണ്ടെന്ന് തീരുമാനിക്കല്ല ചെയ്തത്. എന്താണ് അവിടെ നടന്നത്? അവിടെ ഈ ഒരു തരത്തിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം ഏറ്റെടുത്ത് കോവിഡും പ്രളയമൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ മറികടന്ന് രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ വളരെ വേഗത്തിൽ 1ാം ഫേസ് പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല 2ാം ഫേസ് പൂർത്തിയാക്കാനുള്ള 17 വർഷം നേരത്തെ അത് പൂർത്തിയാക്കാനുള്ള ഇതെല്ലാം അവിടെ ചെയ്തു കഴിഞ്ഞില്ലേ. അതൊക്കെ ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി, ഒരു ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണം. കേരളത്തിനുണ്ടാകാൻ പോകുന്ന വലിയ വികസനം, എത്രയോ മേഖലകളിൽ അതിന്റെ അനുബന്ധ വികസനം വരാൻ പോകുന്നു. അതൊക്കെ തന്നെ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ തരത്തിലുള്ള തൊഴിൽ പരിഹരിക്കുന്നതിനുള്ള സാധ്യതകൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സർക്കാർ പിന്നെ വളരെ ആലോചിച്ച് ചിന്തിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് സാമ്പത്തിക വിദഗ്ധ പറയാന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അഡ്വക്കേറ്റ് KA ആബിദ് അലി, വികസനത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കിക്കുമ്പോഴും
കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു എന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, അതോ വികസനമേ നടന്നിട്ടില്ല എന്നാണോ നിങ്ങളുടെ നിലപാട്? ഇവിടെ ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞതിന്റെ 2-3 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ UDF ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിൽ തുടങ്ങിയ പദ്ധതി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. അതല്ലാതെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ തുടങ്ങി വെച്ചത് 10 വർഷം കൊണ്ട് ഞങ്ങൾ പൂർത്തിയാക്കിയ പദ്ധതി എന്ന് എടുത്തു പറയത്തക്ക രീതിയിലൊരു പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പോലും ഇവിടെ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ചർച്ചയിൽ അദ്ദേഹം തുടങ്ങുമ്പോൾ തന്നെ UDF ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതികൾ, അത് ആ പദ്ധതിയുടെ പൂർത്തീകരണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം അവസാനിക്കുന്നത് തന്നെ. ഒന്നാമത്തെ കാര്യം. 2 പ്രധാനപ്പെട്ട അദ്ദേഹം ഇപ്പോൾ ചർച്ചയിൽ പറയുന്നുണ്ടായി അദാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അദാനിക്ക് എന്തോ വലിയ ഉപകാരം കിട്ടുന്ന രീതിയിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്തോ ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ഇപ്പൊ അവസാനം ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം അവിടെ നടക്കുമ്പോൾ ആ ഉദ്ഘാടനത്തിൽ അദാനി അവിടെ ഉണ്ട്, ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി അവിടെ ഉണ്ട്. അല്ലാതെ അദാനിയെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു പുതിയൊരാളെ കൊണ്ടുവന്ന് പുതിയൊരു പദ്ധതിയായിട്ട് ഈ പദ്ധതി പൂർത്തീകരിക്കുവാൻ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് സാധിച്ചിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരേ സമയം അദാനിയെ കുറ്റം പറയുകയും അതേസമയം അദാനിയോടൊപ്പം ചേർന്ന് പദ്ധതി പൂർത്തീകരിച്ച ആ ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. രണ്ടാമത്തെ കാര്യം, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് ജീവൻ പകരുന്നു എന്നുള്ളതല്ലാതെ, അതും എത്രയോ നാളുകൾക്ക് മുമ്പ് പൂർത്തീകരിക്കാവുന്ന പദ്ധതികളാണ് ഏറ്റവും ഒടുവിലത്തെ ലാപ്പിൽ, ഏറ്റവും അവസാനത്തെ ലാപ്പിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിലൂടെ പൂർത്തീകരിച്ച ചില റോഡുകളുടെ ഉദ്ഘാടനം നരേന്ദ്രമോദി നടത്തുകയുണ്ടായി, പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി. ആ ഉദ്ഘാടന പരിപാടികളിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ PWD മിനിസ്റ്ററെ ക്ഷണിച്ചില്ല എന്ന വിവാദങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അത് ക്ഷണിക്കാത്തത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഞാൻ പറഞ്ഞത് ആ പദ്ധതികളൊന്നും, അതായത് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളൊന്നും പൂർത്തീകരിക്കാതെ അതൊരു ചടങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളാണ് ഇതിന്റെ എല്ലാം ഇതിന്റെ എല്ലാം പിറകിൽ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ ഒരു ഇലക്ഷൻ സ്റ്റണ്ടിന് വേണ്ടിയിട്ട് നടത്തിയ ഉദ്ഘാടനങ്ങളാണതല്ല. ആ ഇലക്ഷൻ സ്റ്റണ്ടിന്റെ മറ്റൊരു രീതിയാണ് ഇവിടെ LDF ഗവൺമെന്റ് നടത്തുന്നത്. ഇതെല്ലാം ഞങ്ങളാണ്, ഇതെല്ലാം നടപ്പിലാക്കിയത് ഞങ്ങളാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് LDFന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇടതുപക്ഷ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ പദ്ധതി എന്നാണ് അവരുടെ സംസാരത്തിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അതല്ലാതെ പിണറായി വിജയൻ ഗവൺമെന്റ് വിഭാവനം ചെയ്ത പദ്ധതി ഞങ്ങൾ ഇതേ 10 വർഷം കൊണ്ട് പൂർത്തിയാക്കി എന്ന് പറഞ്ഞു തീർക്കുവാൻ ഇവർക്ക് സാധിക്കാത്തിടത്തോളം കാലം ഈ പദ്ധതികളൊന്നും ഈ ഗവൺമെന്റിന് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള അവകാശമില്ല. ശരി, കെ ആബിദിൽ അതിന്റെ പിതൃത്വം അവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും നമ്മൾ അതേക്കുറിച്ച് തർക്കിക്കുമ്പോഴും കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചു, അത് വർദ്ധിച്ചു എന്ന വസ്തുത നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അല്ല, കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചിട്ടുണ്ടോ എന്ന ചർച്ചകളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ സമീപകാലങ്ങളിലായി നമ്മുടെ സർക്കാർ ആശുപത്രികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ചികിത്സാപരമായ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 6 മാസ കാലത്തിനിടയിൽ എത്രയോ ദാരുണമായ സംഭവങ്ങളാണ് സർക്കാർ ആശുപത്രികളിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നത്. അതായത് രോഗിയെ ഒരു ഗുരുതരമായ ചികിത്സയ്ക്ക് വേണ്ടി വന്ന രോഗിയെ നിലത്ത് കിടത്തി ചികിത്സിക്കേണ്ട അത്ര ദാരുണമായ സംഭവം കേരളം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. വിളപ്പിൽശാലയിലെ ഒരു രോഗി, ആ CCTV ക്യാമറ നമ്മൾ കണ്ടിട്ടുള്ളതാ, ശ്വാസത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ ഇവിടെ ചികിത്സ ലഭ്യമല്ല എന്ന് പറഞ്ഞു വിട്ട സർക്കാർ ആശുപത്രിയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളെല്ലാം തന്റെ ഉദരത്തിൽ കത്രികയുണ്ടോ എന്ന് രണ്ടാമത് പരിശോധിക്കേണ്ട ഒരു എക്സ്റേ എടുക്കേണ്ട കാലഘട്ടത്തിലായി കേരളത്തിലെ ആരോഗ്യരംഗം മാറി. അതേപോലെ ഇവിടെ സർക്കാർ ജീവനക്കാരുടെ DA, അതുപോലെ മറ്റ് ആനുകൂല്യങ്ങൾ, അത് സർക്കാർ ജീവനക്കാരുടെ മാത്രമല്ല സാധാരണക്കാരുടെ ആയിക്കോട്ടെ, ക്ഷേമ പെൻഷൻ ഇപ്പോൾ 2 മാസം മുമ്പാണ് ഇവർ കൊടുത്തു തീർത്തത്. അതിനു മുമ്പ് വലിയ തുക പെൻഡിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ സർക്കാർ DA എനിക്ക് തോന്നുന്നു 281 പരം DA 281 മാസത്തെ DA ഇപ്പോഴും പെൻഡിങ് നിൽക്കുക. അതുപോലെ ശമ്പള പരിഷ്കരണം നടത്താൻ ഇവരെ കൊണ്ടായിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വലിയ ലാഭത്തിലായി എന്നാണ് ഈ സർക്കാർ പറയുന്നത്. സത്യത്തിൽ CAG റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 77ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ്. അപ്പൊ അങ്ങനെ അടിസ്ഥാനപരമായ വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള വികസനങ്ങളാണല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇദ്ദേഹം റോഡിന്റെ കാര്യം പറയുകയുണ്ടായി. ഈ റോഡുകളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ പ്രകാരം നടത്തി വരുന്ന ദേശീയ ഹൈവേകളാണ്. സംസ്ഥാന സർക്കാരിന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊടുത്ത പ്രതീതി എന്താ, ഈ റോഡുകളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ, ഈ PWD മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റിന്റെ വലിയ ഭരണ നേട്ടമായിട്ട് പരിവർത്തി കാണിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് മലപ്പുറം, കേരളം മാത്രമാണ് റോഡിന് വേണ്ടി സ്ഥലമെടുക്കുകയും ഫണ്ട് സമാഹരിക്കുകയും റോഡിൻ്റെ പണി ഇത്ര വേഗത്തിൽ പൂർത്തിയാക്കുകയും ചെയ്ത ഏക സംസ്ഥാനം.
അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അംഗീകരിച്ച വസ്തുതയാണ്. അല്ല, ഞാനത് സംസ്ഥാന സർക്കാരിന് പങ്കില്ല എന്നെനിക്ക് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കേന്ദ്ര സംസ്ഥാനത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന പദ്ധതിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും ആ പദ്ധതിയിൽ തന്നെ ഒരു കുറച്ചു നാൾ മുമ്പ് ഇവിടുത്തെ പ്രചരണം എങ്ങനെയാണെന്ന്, ഇവിടെ വലിയ റീൽസും മറ്റു കാര്യങ്ങളും ഇട്ട് ഈ പദ്ധതി മുഴുവൻ, ഈ പദ്ധതിയുടെ പിതൃത്വവും ഈ പദ്ധതിയുടെ നടത്തിപ്പും ഈ പദ്ധതിയുടെ വിജയങ്ങളും എല്ലാം സംസ്ഥാന സർക്കാരിന്റെ വലിയ നേട്ടമായിട്ട് ഇവർ ഉയർത്തി കാണിച്ചു. മലപ്പുറത്ത് നമുക്കറിയാം, ദേശീയപാത ഒന്ന് വിള്ളൽ വന്ന് അതിന്റെ വിള്ളൽ വരികയും പാത ഒന്ന് ഇടിച്ചു വീഴുകയും ചെയ്തപ്പോൾ ഇതൊന്നും ഞങ്ങളല്ല, ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ പോരായ്മ വിളിച്ചു പറഞ്ഞ ആളുകളാണ് ഇവിടുത്തെ LDF ഗവൺമെന്റ്. അപ്പോ നേട്ടങ്ങളെല്ലാം വരുമ്പോൾ ഞങ്ങളുടേതാവുകയും അതിന്റെ കോട്ടങ്ങൾ വരുമ്പോൾ ആ കോട്ടങ്ങളിൽ ഞങ്ങളില്ല, അതെല്ലാം കേന്ദ്ര ഗവൺമെന്റിലാണെന്ന് തലവഴിയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് സമീപനമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, കേരളത്തിൻ്റെ GDP വളർച്ച ഏതാണ്ട് 2024-25 വർഷത്തിൽ ഏതാണ്ട് 6%-നും 10%-നും ഇടയിലാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കണക്കുകൾ യാഥാർത്ഥ്യമാണോ? ഈ കടബാധ്യത വളരെ കുറഞ്ഞിട്ടുണ്ടോ കേരളത്തെ സംബന്ധിച്ച്? കേരളത്തിന്റെ കടബാധ്യത നേരത്തെ മിസ്റ്റർ അബിൻ തന്നെ ഇവിടെ പറയുകയുണ്ടായല്ലോ, പേര് തെറ്റിയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അതായത് 1,53,320 കോടിയായിരുന്നു 2016 കേരളത്തിന്റെ സഞ്ചിത കടം. ആ സഞ്ചിത കടമാണ് ഇപ്പൊ 6 ലക്ഷം കോടിയിൽ എത്തിയിരിക്കുന്നത്. 6 ലക്ഷം കോടിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് എന്റെ കണക്കല്ല, CAG ഓഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന കണക്കാണ്. പിന്നെ ഈ പ്രാവശ്യത്തെ GSDP നോക്കുക. GSDP കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് 14% വളർച്ച എന്നൊക്കെ തരത്തിലാണ്. അതായത് 16,27,000 കോടിയിലധികമാണ്. 16 ലക്ഷം കോടി എന്ന് വെച്ചോളൂ. 16,27,000 കോടി. അത് ആണ് 27,000 സംതിങ് കോടിയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ GSDP. ആ GSDPയിൽ അത്രയും വളർച്ചയുണ്ടായി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. അതായത് അദ്ദേഹം പറഞ്ഞു, അതായത് നേരത്തെ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം 5ാം സ്ഥാനത്താണ് ഈ ഇന്ത്യയുടെ എന്ന്. പെർ ക്യാപിറ്റ ഇൻകം 1980 മുതലേ 5ാം സ്ഥാനത്തോ ഇപ്പൊ 6ാം സ്ഥാനത്താണ്, 5ാം സ്ഥാനത്തല്ല. അദ്ദേഹത്തിന് തെറ്റിദ്ധാരണയാണ്. 6ാം സ്ഥാനത്ത് എത്തിയത് കൊണ്ടാണല്ലോ നമ്മള് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1ാമത് നിൽക്കുന്ന സംസ്ഥാനം. അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം, ലോഞ്ചിവിറ്റി, അതുപോലെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്. ഈ പറയപ്പെട്ടതൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ മുന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം 1ാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പെർ ക്യാപിറ്റ ഇൻകം 5, 6, 7 ആകട്ടെ, അത് ചില റെക്കോർഡ്സ് എടുത്തു നോക്കിയാൽ 7 കാണും, ചിലതെടുത്തു നോക്കിയാൽ 6 കാണും, ചിലതെടുത്തു നോക്കിയാൽ 5 ഞാൻ കണ്ടിട്ടില്ല, 6 വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി അദ്ദേഹം പറഞ്ഞ 5 ഞാൻ നിഷേധിക്കുന്നില്ല. അത് വല്ല ഏതെങ്കിലും കള്ള റിപ്പോർട്ടിൽ കണ്ടോന്ന്, റീൽസ് പോലെയുള്ള റിപ്പോർട്ട് വരുമ്പോൾ അത് താഴ്ത്തി അങ്ങനെ കാണിക്കും. അപ്പൊ എന്തായാലും ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇതിങ്ങനെ വന്നിരിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് സെക്ടർ, ഇപ്പൊ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞതുപോലെ വെന്റിലേറ്ററിലുമല്ല മോർച്ചറിയിൽ എത്തിയിരിക്കുന്ന ആരോഗ്യരംഗം, ആ ആരോഗ്യരംഗത്തെ പറ്റി ആർക്കാണ് ഊറ്റം കൊള്ളാൻ പറ്റുന്നത്? ഏത് ഗവൺമെന്റിനാണ്? ഇപ്പൊ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വർക്ക്ഔട്ട് ചെയ്താല് കേരളം ഒരുപാട് താഴേക്ക് പോകും. 1ാം സ്ഥാനത്തല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പോകും. പിന്നെ അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു വലിയ ക്രെഡിറ്റ് ഗവൺമെന്റിന്റെ, അതായത് ചൂരൽമല, മുണ്ടക്കൈ, ഞാനൊരു വയനാട് ജില്ലക്കാരിയാണെന്നും കൂടി പ്രത്യേകം അദ്ദേഹത്തോട് പറയുകയാണ്. ചൂരൽമല മുണ്ടക്കൈയിലെ 172 വീടുകൾ പണിത് കൊടുത്തു. ഒരു വർഷവും 8 മാസവും ആകുമ്പോഴാണെന്ന് ഓർക്കണം. 6 മാസത്തിനകം ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്ന ജോലിയാണ്. അതായത് സർവ്വതും നശിച്ച ഒരു ജനവിഭാഗത്തിന് വേണ്ടി അതിന് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടുണ്ട്, ഇവിടുന്ന് പിരിച്ചെടുത്ത ഫണ്ടുണ്ട്. ഏതൊക്കെ ഫണ്ട് എടുക്കാമോ അത് എല്ലാം വകമാറ്റി ചെലവഴിക്കുന്നു എന്ന് കിഫ്ബി CAG ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓരോ വകുപ്പിനും കൊടുക്കുന്ന ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നുവെന്ന്. ആ വകമാറ്റി ചെലവഴിക്കുന്നത് ചൂരൽമല, മുണ്ടക്കൈ അവരുടെ വീട് നിർമ്മാണത്തിനായിരുന്നുവെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു, നമ്മളതിനെ ശ്ലാഘിക്കുമായിരുന്നു. പക്ഷെ ആ വകമാറ്റുന്നൊക്കെ മറ്റ് റീൽസ് ഉണ്ടാക്കാനാ പോകുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? 1 വർഷമോ 8 മാസമോ എടുത്തിട്ടാണ് 172 വീടുകൾ. ആ ഓരോ വീടിനും എത്ര ലക്ഷം ചെലവായി എന്നുള്ളതല്ല,
എത്രയോ ഈ ഗവൺമെന്റ് എത്ര നിസ്സാരമായിട്ടാണ് അവരുടെ ജീവിതം ഇട്ട് തട്ടിക്കളിച്ചത് എന്നുള്ളതിന്റെ തെളിവാണ് വർഷം 8 മാസം കൊണ്ട് 172 വീടുകളെ ആക്കാൻ പറ്റിയുള്ളൂ എന്നിട്ടാണ് വലിയ ക്രെഡിറ്റ് ഊറ്റം കൊള്ളുന്നത് ഗവൺമെന്റ് ചെയ്തു. ഗവൺമെന്റിന്റെ ധർമ്മമാണത്. ഗവൺമെന്റിന്റെ ആ ധർമ്മം എങ്ങനെയാണ് ഗവൺമെന്റ് നിറവേറ്റേണ്ടത്? അത് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന നികുതിയേതര വരുമാനം എടുത്താണ് കാണിക്കേണ്ടത്. അങ്ങനെ കാണിക്കാമായിരുന്ന പ്രയോറിറ്റി അതിന് കൊടുത്തിരുന്നുവെങ്കിൽ അവരെല്ലാം 1 വർഷം മുൻപേ തന്നെ സ്വന്തം വീടുകളിൽ സമാധാനത്തോടെ ജീവിക്കുമായിരുന്നു. അങ്ങനെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടു. അങ്ങനെ ഏത് മേഖല എടുത്താലും അതുപോലെ തന്നെയാണ് ഈ പറയപ്പെട്ട കിഫ്ബി വഴിയുള്ള ചെലവുകള്. കിഫ്ബിയേക്ക് എല്ലാം കൊടുത്തിരിക്കുക. ഈ 35 വകുപ്പുകൾ, സംസ്ഥാന സർക്കാരിന്റെ 35 വകുപ്പുകളെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് അവർ ചെയ്യേണ്ട ജോലികളെയെല്ലാം 4 മിഷൻ മോഡിലേക്ക് മാറ്റി കിഫ്ബിക്ക് വിട്ടുകൊടുത്തിരിക്കുക. ഞാനിപ്പോ മിസ്റ്റർ ജെയിംസ് എന്നെ പറയാൻ അനുവദിക്കണം. അതായത് കേന്ദ്രത്തിന്റെ നിതി ആയോഗിന്റെ പഠനം, ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പഠനം, അത് ഏതാണ്? സാമ്പത്തിക ഭദ്രതാ സൂചിക 18 സംസ്ഥാനങ്ങൾ എടുത്തു. ഇപ്പൊ നേരത്തെ ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞല്ലോ, ആ പറഞ്ഞതിന്റെയൊക്കെ എത്രയോ വിപരീതമാണ് ഈ പറയപ്പെട്ട നീതി ആയോഗിന്റെ പഠനം കാണിക്കുന്നത്. 28 സംസ്ഥാനങ്ങളില് നമ്മള് എത്രാമത്തെ സ്ഥാനത്ത് വന്നിരിക്കുന്നു? 15ാമത്തെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത് സാമ്പത്തിക ഭദ്രതാ റിപ്പോർട്ടില്. സാമ്പത്തിക ഭദ്രത അതില് എത്ര മാർക്കാ കിട്ടിയിരിക്കുന്നത്? 25 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അതേ സമയത്ത് 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനത്തിന് ഒഡീഷയാണ്. ഒഡീഷയ്ക്ക് കിട്ടിയിരിക്കുന്നത് 73.6 മാർക്കാണ്. എന്നിട്ട് ഇപ്പൊ നേരത്തെ ജെയിംസ് തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറിലെ ചെലവഴിക്കല്. ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയാണ് ഈ പറയപ്പെട്ട കിഫ്ബിയെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി എത്ര ചെലവഴിക്കുന്നു എന്നാണ് ഈ ഭദ്രതാ റിപ്പോർട്ട്, നിതി ആയോഗിന്റെ ഭദ്രതാ റിപ്പോർട്ട് പറയുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക. അതായത് 1.06-നും 1.7% ഇടയ്ക്കാണ് നമ്മുടെ GSDPയുടെ 1.06%-നും 1.7%-നും ഇടയ്ക്കാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ ചെലവഴിക്കുന്നത്. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിൽ ചെലവഴിച്ചിട്ടാണ് ഞങ്ങൾ ദേശീയ, അതായത് നമ്മുടെ നമ്മുടെ നദീജല പ്രസ്ഥാനം അങ്ങ് കൊണ്ടുപോയി. അത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയ കാലം മുതലേ നമ്മുടെ ഒരു എയിമാണ്. ആ എയിം ഒരു ഗവൺമെന്റിന് ഇതുവരെ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെയൊക്കെയുള്ള കുറെ പ്രോഗ്രാംസിന്റെ പേര് പറഞ്ഞിട്ട് ഇതൊക്കെ ഞങ്ങൾ ലക്ഷ്യമിടുന്നു എന്ന് പറഞ്ഞ് ആരുടെ കണ്ണിൽ പൊടി ഇടാനാണ്, ആരുടെ മന്ദീഭവിപ്പിക്കാനാണ് ഈ ഇടതുപക്ഷ സാമാജികൻ ശ്രമിക്കുന്നത്? വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോൺസൺ, കെ ഫോൺ അതുപോലെ സിൽവർ ലൈൻ തുടങ്ങിയ പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ പാതി വഴിയിലായ പദ്ധതികളും ഈ വികസനത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാന ആരോപണങ്ങളിലൊന്ന്. ഞാനൊന്ന് നിങ്ങൾ ഈ ചർച്ചയിൽ എന്നെ 1 മണിക്കൂർ മുമ്പ് വിളിച്ചു പറയുന്നു. ഞാനിത് ഇന്നലെ നിങ്ങൾ വിളിച്ചു പറഞ്ഞതെങ്കിൽ ഈ കാര്യത്തിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടിയായിട്ട് വന്നേനെ. ഈ ചർച്ചയിൽ ഞാനൊരു ചലഞ്ച് വെക്കുകയാണ് ഇവിടെ വന്നിട്ടുള്ള UDFന്റെ പ്രതിനിധിയോടും സാമ്പത്തിക വിദഗ്ധയോടും. നിങ്ങളുടെ ചാനൽ മുൻകൈ എടുത്തിട്ട് കേരളത്തിലെ സ്കൂളുകളും വിദ്യാലയങ്ങളും നമുക്കൊന്ന് പോയി സന്ദർശിക്കാം, ആശുപത്രിയിൽ പോയി സന്ദർശിക്കാം. എന്നാണ് ഫണ്ട് അനുവദിച്ചത്, എന്തുമാത്രം വികസന പ്രവർത്തനം നടന്നു? കോട്ടയം മെഡിക്കൽ കോളേജിലാണെങ്കിൽ, എറണാകുളത്ത് ക്യാൻസർ റിസർച്ച് സെന്റർ ആണെങ്കിൽ, എറണാകുളം ജനറൽ ആശുപത്രി ആണെങ്കിൽ, ഇവിടെ വയനാട് തന്നെ നിങ്ങൾ ആ നൂൽപ്പുഴയിലെ ട്രൈബൽസിന് വേണ്ടിയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വേൾഡ് ക്ലാസ് നമ്പർ 1 സ്ഥാപനമായിട്ട് അത് വികസിപ്പിച്ചു. എന്തൊക്കെ സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തിയുള്ളത്? വയനാട് മെഡിക്കൽ കോളേജ് വന്നു ഈ സാമ്പത്തിക വിദഗ്ധരുടെ നാട്ടിൽ. ഇനി നിങ്ങൾ ഈ വയനാട് ഇവിടെ കൽപ്പറ്റ ടൗൺഷിപ്പ് ഒന്ന് വന്നു കണ്ടു നോക്കുക, അവിടെ എന്തൊക്കെ ഗംഭീരമായ പണികളാണ്. അത് എത്രമാത്രം കരുതലോടെയാണ്, എത്രമാത്രം ഉറപ്പോടുകൂടിയാണ് ഓരോ പണികൾ അവിടെ ചെയ്യുന്നത്. അവിടെ അണ്ടർഗ്രൗണ്ട് കേബിളിംഗ് വർക്ക് അടക്കമുള്ള ഒരുപാട് പണികൾ. ഉമ്മൻചാണ്ടിയുടെ നാട്ടിലെ സ്കൂൾ എത്രയോ നാൾ പഴക്കമുള്ള സ്കൂളാണ് ഈ സർക്കാർ വന്നപ്പോൾ ബഹുനില മന്ദിരമായിട്ട് പണി തീർത്തിയത്. എത്രയോ സ്കൂളുകളാണ് ഉമ്മൻചാണ്ടി കാലത്ത് അടച്ചുകൂട്ടാൻ വേണ്ടി വെച്ചിരുന്നത്. അതെല്ലാ സ്കൂളുകളിലെല്ലാം ഏറ്റവും ആധുനിക സൗകര്യങ്ങളാക്കിയില്ലേ? ലോകോത്തര നിലവാരമുള്ള സ്കൂളുകളായിട്ട് കേരളത്തിലെ സ്കൂളുകൾ മാറി. കേരളത്തിലെ ആശുപത്രികളെല്ലാം, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നേടിയില്ല. എത്രയോ മേഖലകളിലാണ് സുസ്ഥിര വികസന സൂചനയിൽ 1ാം സ്ഥാനത്ത് എത്തുന്നത്. ഒരുപാട് മേഖലകൾ 1ാം സ്ഥാനത്ത് എത്തിക്കുന്ന കേരളം. അത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷക്കാലത്തിൻ്റെ മാറ്റങ്ങളാണ്. അല്ലാതെ ഇവർ പറയുന്നത് പോലെ 1980-ലുള്ള ദേശീയ ആളോഹരി വരുമാനത്തിന്റെ നിലവാരം ഇങ്ങനെ ആയിരുന്നില്ല. അത് ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്തേക്കാൾ വളരെ അധികം മുന്നോട്ട് പോയിട്ടാണ്
ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ 11ാം സ്ഥാനത്ത് നിന്നാണ് 6ാം സ്ഥാനത്തേക്ക് അവർ പറഞ്ഞാലും 6ാം സ്ഥാനത്തേക്ക്. ഇത് ചില കണക്കുകൾ 5ാം സ്ഥാനം എന്ന് പറയുന്നുണ്ട്. ഈ വളർച്ച കേരളത്തിലുള്ളത് അവർ പറഞ്ഞ 16 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ എക്കണോമിയുടെ വളർച്ചയെങ്കിൽ അത് കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുള്ള 3,08,000 രൂപയിൽ നിന്ന് നീതി ആയോഗിന്റെ കണക്കിൽ 3,08,000 നിന്ന് ഒരു 4 ലക്ഷത്തിനടുത്ത് ദേശീയ ആളോഹരി വരുമാനം കേരളത്തിൽ വർദ്ധിച്ചു നടത്താം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗ്രാമീണ മേഖലയിൽ വരുമാനമുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള മേഖലയാണ് കേരളത്തിന്റെ പുരോഗതി നിങ്ങൾ തെക്കുവടക്ക് സഞ്ചരിച്ച കണ്ടുകൂടെ? കേരളത്തിലെ റോഡുകളുടെ അതിഗംഭീരമായ നിലവാരത്തിലുള്ള BMC നിലവാരത്തിലുള്ള റോഡുകൾ എവിടെയാണ് കേരളത്തിൽ നിലവാരം കുറഞ്ഞ റോഡ് ഇന്ന് ഇവിടെ കേരളത്തിലുള്ളത്? അത്തരത്തിലുള്ള അതിശയിപ്പിക്കുന്ന വികസനമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളം കണ്ടിട്ടില്ലാത്ത വികസനമാണ്. അത് നിങ്ങൾ കണ്ണ് തുറന്ന് കേരളം യാത്ര ചെയ്താൽ എവിടെ പോയാലും കാണാൻ പറ്റും. സ്കൂളുകൾ നോക്കിക്കഴിഞ്ഞാൽ, ആശുപത്രികൾ നോക്കിക്കഴിഞ്ഞാൽ, റോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇനി അല്ലെങ്കിൽ ദേശീയ ജലപാത നോക്കിക്കഴിഞ്ഞാൽ, വാട്ടർ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ, വാട്ടർ മീറ്റർ പഠിക്കാൻ വേണ്ടി എത്രയോ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വിദേശത്ത് നിന്നുള്ള ആൾ വരുന്നു ആ പ്രോജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ വളരെ ഗംഭീരമായ രീതിയിലുള്ള ഒരു വികസനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടക്കുന്നതിനെ അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാദി ബന്ധ തണകളുമായിട്ട് വന്ന് ചർച്ച പങ്കെടുക്കുന്നത് നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിശദമായി ഇവിടെ അവതരിപ്പിച്ചേനെ. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ മുൻകൈ എടുക്കും, നമുക്കൊന്ന് യാത്ര ചെയ്യാം, കേരളം മുഴുവൻ യാത്ര ചെയ്യാം, എന്നിട്ട് അവിടുത്തെ ആളുകളോട് ചോദിക്കാം, ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കാം, എന്താണ് ആരുടെ കാലത്താണ് ഈ വികസനം ഇവിടെ വന്നത്, എന്തൊക്കെ പണികൾ നടന്നു, എത്ര കോടി രൂപ ഓരോ പ്രോജക്റ്റിന് ചെലവാക്കി. പറയട്ടെ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെലവാക്കി ഇത്ര രൂപ ആരോഗ്യ മേഖലയിൽ 12,000 കോടി രൂപയാണ് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആരോഗ്യമേഖല ചെലവാക്കിയത്. ആ വികസനം കേരളത്തിൽ ആകാശത്ത് പൊട്ടി വന്നതാണോ? ഇത്രയും നിലവാരമുള്ള സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന നിലവാരത്തോടു കൂടി ടിക്കറ്റ് ബുക്കിംഗ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി ആശുപത്രികൾ കുറച്ച് ഏത് സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിലെല്ലാം ഈ പിഴവുകൾ സംഭവിക്കുന്നില്ലേ? ഇത്ര ബൃഹത്തായ ഒരു ആരോഗ്യ സംവിധാനം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതിനകത്ത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കണക്ക് നോക്കുമ്പോൾ 17,000 രൂപയിൽ നിന്ന് അത് 10,000 രൂപയിലേക്കും 11,000 രൂപയിലേക്കും കുറഞ്ഞു. കേരളത്തിലെ ഗ്രാമമേഖലയിലെയും നഗരമേഖലയിലെയും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇത്രയും പണം പൊതുപണം ഈ മേഖലയ്ക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. അത് ആളുകൾക്ക് അതിന്റെ അവരുടെ ജീവിതത്തിൽ തന്നെ ഗുണം കിട്ടുന്നുണ്ട്. അതിനെ എങ്ങനെ നിങ്ങൾ മറച്ചു വയ്ക്കാൻ പറ്റും? ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ജോൺസനെ അവസാന നിമിഷമാണ് നമ്മൾ ചർച്ചയിലേക്ക് വിളിക്കുന്നത്. സബ്ജക്റ്റ് പറയുന്നത് അവസാന നിമിഷമാണ്. അഡ്വക്കേറ്റ് കെ ആബിദ് അലി അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം പല കാര്യങ്ങളിലും മുൻപിലാണ്, പല പട്ടികകളിലും ഒന്നാമതാണ്. ഇതിനെ ഒന്നും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ അദ്ദേഹം പറഞ്ഞ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കേരളം മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല കാര്യങ്ങളിലും പട്ടികയിൽ ഒന്നാമതാണ്. അത് ഈ LDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ വന്നൊരു നേട്ടമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളം നമ്മുടെ ഏറ്റവും വലിയ വിദ്യാസമ്പന്നരായ, നമ്മളൊരു കാലത്ത് 100% സാക്ഷരത നേടിയ സംസ്ഥാനമാണ്, ഏറ്റവും ആദ്യം സാക്ഷരത നേടിയ സംസ്ഥാനമാണ് കേരളം എന്നൊരു വാദം ഞാനും നിങ്ങളും വളരെ പണ്ടുതൊട്ടേ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം തൊട്ട് തന്നെ പല മേഖലകളിലും കേരളം പല കാര്യങ്ങളിലും ഒന്നാമതാണ്. അതല്ലാതെ ഈ ഗവൺമെന്റ് വന്ന 2016 തൊട്ട് 2026 വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളം ഒന്നാമതായതല്ല ഈ മേഖലകളിലൊന്നും. അത് ഈ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നേടിയെടുത്ത നേട്ടമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. അദ്ദേഹം പറഞ്ഞ പല കാര്യഘട്ടങ്ങളിലും പല മേഖലകളിലും നമ്മുടെ സംസ്ഥാനം ഇതിനു മുമ്പേ തന്നെ ഒന്നാമതാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടൊരു കാര്യം. രണ്ടാമത് അദ്ദേഹം ഞാനൊരു കാര്യം സൂചിപ്പിച്ചോളട്ടെ. അദ്ദേഹം ഇവിടെ പറഞ്ഞു സർക്കാർ സ്കൂളുകളിലെ ഒരു ഉന്നമനത്തിന്റെ കാര്യത്തെ കുറിച്ച് അദ്ദേഹം പറയണ്ടായി. ഞാൻ ഈ 2 വർഷത്തെ ഞാനൊരു സാന്ദർഭികമായി പറയാണ്, 2 വർഷ കാലഘട്ടത്തിൽ ഞാൻ പല പത്രമാധ്യമങ്ങളും വായിക്കുമ്പോഴും പല പത്രക്കെട്ടുകളിലും ചില വാർത്തകൾ വന്നിട്ടുണ്ട്. അതായത് സ്കൂളിൽ നമ്മുടെ പല സ്കൂളുകളും ഇടിഞ്ഞു ചാടിയ വാർത്തകൾ എത്രയോ തവണ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. പല സ്കൂളുകളിൽ നിന്നും തീരെ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും മൂർഖൻ പാമ്പിനെയും മറ്റ് ഇഴജന്തുക്കളെയും പിടിച്ച വാർത്തകൾ വരെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്കൂളുകളിലെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ വാദത്തോടൊപ്പം തന്നെ അദ്ദേഹം അതിന്റെ പല കോംപ്ലക്സിറ്റികളും പല നെഗറ്റീവ് നാരേറ്റീവുകളും അദ്ദേഹം കാണാതെ പോകുന്നുകൊണ്ടാണ്. നല്ലതിനെ മാത്രം നോക്കിയിട്ട് കാര്യം. നല്ലതിനെ നമ്മൾ അഭിനന്ദിക്കാൻ 100% തയ്യാറാണ്. നല്ല കാര്യങ്ങൾ ഈ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്, നമ്മൾ അതിനെ അഭിനന്ദിച്ചേ പറ്റൂ. പക്ഷേ ഈ ഗവൺമെന്റ് നടത്തിയ പല പദ്ധതികളും പഴയ ഗവൺമെന്റിന്റെ പദ്ധതികളുടെ ബാക്കി പൂർത്തീകരണമാകുമ്പോഴും അതുകൂടാതെ തന്നെ ഈ ഗവൺമെന്റിന്റെ പാളിച്ചകളെ മറച്ചു വെച്ചുകൊണ്ട് നല്ലതിനെ മാത്രം കാണാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ അതിനെ എതിർത്തേ പറ്റൂ. ശരി, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വികസനം എന്നത് ഏതെങ്കിലും ഒരു സർക്കാരിൽ തുടങ്ങി അവസാനിക്കുന്ന ഒന്നല്ല, മറിച്ച് അതൊരു നിരന്തരമായ പ്രക്രിയയാണ്. പദ്ധതികൾ വിഭാവനം ചെയ്തവർക്കും അത് നടപ്പിലാക്കിയവർക്കും അതിൽ പങ്കുണ്ട്. എന്നാൽ വോട്ടർമാർ ചിന്തിക്കേണ്ടത് പദ്ധതികളുടെ പിതൃത്വത്തെക്കുറിച്ചല്ല, മറിച്ച് അവ തങ്ങളുടെ ജീവിത നിലവാരത്തിൽ എന്തു മാറ്റം വരുത്തി എന്നതാണ്. വികസനം വെറും ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാകാതെ നാടിൻ്റെ യഥാർത്ഥ വളർച്ചയാകട്ടെ. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർത്തിയാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ആബിദ് അലി,
ജോൺസൺ MP, ഡോക്ടർ മേരി ജോർജ്, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.